ഡൽഹിയിലെ മാളവ്യ നഗറിനടുത്തുള്ള ഹോസ്റാനി പ്രദേശത്തെ ഒരു ഹോട്ടലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ സ്വന്തം ജീവനോ കടയിലെ സാമ്പത്തിക നഷ്ടങ്ങളോ നോക്കാതെ രക്ഷാപ്രവർത്തനം നടത്തി മാതൃകയായിരിക്കുകയാണ് ഒരു അച്ഛനും മകനും. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 ഫ്ലോറിസ്റ്റ് എ ബി ആൻഡ് ബി എന്ന 5 നില ഹോട്ടലിന്റെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിന്റെ എതിർവശത്തായി കഴിഞ്ഞ 40 വർഷമായി മെത്തകൾ വിൽക്കുന്ന കട നടത്തുന്ന റിയാസുദ്ദീൻ മൻസൂരിയും മകൻ അർമാൻ മൻസൂരിയുമാണ് തങ്ങളുടെ കടയിലെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മെത്തകളും പുതപ്പുകളും റോഡിൽ വിരിച്ച് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചത്. തീ അതിവേഗം പടർന്നതോടെ ഹോട്ടലിന്റെ മുകൾ നിലകളിൽ കുടുങ്ങിയ ആളുകൾ പുറത്തു കടക്കാനാകാതെ നിലവിളിക്കുകയും ജീവൻ രക്ഷിക്കാനായി താഴേക്ക് ചാടാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് കണ്ടാണ് ഇരുവരും തങ്ങളുടെ കടയിൽ നിന്ന് 20-25 പുതിയ മെത്തകളും പുതപ്പുകളും പുറത്തെത്തിച്ച് താഴെ വിരിച്ചത്. ഈ ഭയാനകമായ തീപിടുത്തത്തിൽ 9 ഇന്ത്യക്കാരും ലൈബീരിയ, നൈജീരിയ, മൊസാംബിക്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 12 വിദേശികളുമടക്കം 21 പേരാണ് മരിച്ചത്. അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 50-ലധികം പേരെ രക്ഷപ്പെടുത്തി. ഹോട്ടലിന്റെ ജനാലകളിൽ നിന്നും മുകൾ നിലകളിൽ നിന്നും ആളുകൾ താഴേക്ക് ചാടിയപ്പോൾ റിയാസുദ്ദീനും മകനും വിരിച്ച മെത്തകളിലേക്കാണ് അവർ വീണത്. ഇവരുടെ ഈ സംയോജിതമായ ഇടപെടൽ കാരണം 8 പേരുടെ ജീവനാണ് വലിയ പരിക്കുകളില്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞത്. തീപിടുത്തത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ മൂടുന്നതിനുമായി തങ്ങളുടെ കടയിലെ ബെഡ്ഷീറ്റുകളും പുതപ്പുകളും ഇവർ വിട്ടു നൽകി. മുൻപ് 15 വർഷത്തോളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആയിരുന്ന റിയാസുദ്ദീന്റെ മുൻ പരിചയവും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറെ സഹായകമായി. രക്ഷാപ്രവർത്തനത്തിനായി സാധനങ്ങൾ വിട്ടു നൽകിയതിലൂടെ ഏകദേശം 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് റിയാസുദ്ദീനും മകനും ഉണ്ടായത്. എന്നാൽ ഈ ബിസിനസ് നഷ്ടത്തെക്കുറിച്ച് താൻ ഒട്ടും ചിന്തിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും തുല്യരാണെന്നും അവരെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് തോന്നിയെന്നും റിയാസുദ്ദീൻ വ്യക്തമാക്കി. സ്വന്തം കടയിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുത്തിയും മനുഷ്യജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ അച്ഛൻ്റെയും മകൻ്റെയും ധീരമായ പ്രവൃത്തിയെ സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും ഒന്നടങ്കം പ്രശംസിക്കുകയാണ്. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരവും അംഗീകാരവും സർക്കാർ നൽകണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. വലിയൊരു ദുരന്ത മുഖത്തെ മനുഷ്യത്വമാണ് എല്ലാത്തിനേക്കാളും വലുതെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ അച്ഛനും മകനും.